നീർമാതളം വീണ്ടും പൂവിട്ടപ്പോൾ രചന ആദർശ് മോഹൻ. തനിക്കൊരു വേലക്കാരിയുടെയും വെപ്പാട്ടിയുടെയും സ്ഥാനം മാത്രമാണ് അയാൾക്ക് മുമ്പിലുള്ളെന്ന തിരിച്ചറിവ് അവളെ കൊണ്ടെത്തിച്ച ഒരു ഭ്രാന്തിന്റെ വക്കിലായിരുന്നു. ആ വീട്ടിലെ ആണുങ്ങൾ ആദ്യം കഴിക്കും, പിന്നീട് മാത്രമേ പെണ്ണുങ്ങൾ കഴിക്കാൻ അനുവാദമുള്ളൂ. കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് ആണുങ്ങൾ കഴിച്ച് മിച്ചം വന്ന ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ട് അതിന്റെ പുറത്ത് കുറച്ച് ചോറും കറികളും ഒഴിക്കുന്ന കണ്ടപ്പോൾ കൂട്ടിൽ കിടക്കുന്ന പട്ടിക്കുള്ളതാണെന്ന് അവൾ കരുതിയത്. ദാ നീ കഴിച്ചോ എന്ന് പറഞ്ഞ് അമ്മായിയമ്മ തന്റെ നേരെ നീട്ടിയ പ്ലേറ്റിലേക്ക് നോക്കി അന്തം വിട്ട് നിന്നുപോയവൾ. അവൾ ദേവിക നാട്ടിൻ പുറത്തെ ഒരു സാധാരണ കുടുംബത്തിലെ കൂലിപ്പണിക്കാരനായ സാബുവിന്റെ മൂത്ത മകളാണ്. രോഗിയായ അമ്മയെയും തങ്ങളെയും നോക്കാൻ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നാണ്ട് സ്കൂൾ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തി അനുജത്തെയും അനുജനെയും പഠിക്കാൻ വിട്ടിട്ട് അവൾ അടുത്തുള്ള ഒരു ചെരുപ്പ് കമ്പനിയിലെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യവെയാണ് അനിലിന്റെ കല്യാണാലോചന വന്നത്. കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള വീട്ടുകാരായതുകൊണ്ട് സ്ത്രീധന കാര്യത്തിൽ കടുംപിടുത്തൊന്നും ഉണ്ടായില്ല. വിദ്യാഭ്യാസം അവർക്ക് പ്രശ്നമല്ലെന്നും പെണ്ണിത്തിരി സുന്ദരിയാവണം, ഉള്ളത് തന്നാൽ മതി എന്നുള്ള ഡിമാൻഡ് അച്ഛന് ആശ്വാസമായിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കല്യാണത്തിന് അവൾ സമ്മതം മൂളി. അപ്പോഴേക്കും അനുജൻ അടുത്തുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കയറിയിരുന്നു. അതുവരെ സ്വരുക്കൂട്ടി വെച്ചതും നാട്ടുകാരുടെ സഹായവും കൊണ്ട് 6-7 പവനും 50,000 രൂപയും സ്ത്രീധനമായി കൊടുത്തുകൊണ്ട് ആ വീട്ടിൽ കാലുകുത്തിയപ്പോൾ എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. വന്നു കയറിയതിന്റെ പിറ്റേന്ന് തന്നെ അവളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ ഉത്സാഹമായിരുന്നു അമ്മായിയമ്മയ്ക്ക്. എല്ലാം പാചകം ചെയ്തു വെക്കുമെങ്കിലും വിളമ്പാൻ അവൾക്ക് അനുവാദമില്ല. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ അനുവാദം വാങ്ങണം. പാവങ്ങളായിരുന്നുവെങ്കിലും സ്വന്തം വീട്ടിലുള്ളത് കൊണ്ട് ഒരുമിച്ചിരുന്ന് പങ്കുവെച്ച് കഴിച്ചിരുന്ന അവൾക്ക് ഇതൊക്കെ ഒരു പുത്തൻ അനുഭവമായി മാറി. ഏറെ താമസിയാതെ അവൾക്ക് ആ കാര്യം മനസ്സിലായി. ശമ്പളം കൊടുക്കാതെ ആ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ഒരു വേലക്കാരിയായിരുന്നു അവൾക്ക് ആവശ്യമെന്ന്. ഭർത്താവിനോട് ഭയത്തോടു കൂടിയാണെങ്കിലും ഇങ്ങനെയുള്ള പലതരം തരംതിരിവുകളെക്കുറിച്ച് അവൾ പറഞ്ഞെങ്കിലും അവൾക്ക് നിഷേധിച്ചുകൊണ്ട് അയാൾ അമ്മയെ ന്യായീകരിച്ചു. അങ്ങനെ പരാതികൾ വഴക്കിൽ നിന്നും പൊട്ടിത്തെറിയിൽ നിന്നും ദേഹോപദ്രവത്തിൽ അവസാനിക്കുന്നതിനാൽ അവൾ ക്രമേണ നിശബ്ദയായി. അവൾ ആരോടും അധികം സംസാരിക്കാതെയായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരം. പത്രം വായിക്കാനോ TV കാണാനോ ഒന്നും അവളെ ആരും അനുവദിച്ചിരുന്നില്ല. സത്യത്തിൽ അവൾക്ക് അതിനുള്ള സമയമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പണി കഴിഞ്ഞിട്ട് എവിടെ സ്വന്തം കാര്യം നോക്കാൻ നേരം. തൊട്ടടുത്ത് താമസിക്കുന്ന ചേട്ടന്റെ ഭാര്യ കൊടുക്കുന്ന സർവ്വ സ്വാതന്ത്ര്യം അതവരുടെ എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് വേഗം കഴിഞ്ഞു. തനിക്കിനി പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല എന്ന് കരുതി നിരാശയിൽ മുങ്ങി മെല്ലെ വിഷാദ രോഗത്തിലേക്ക് നടന്നെടുക്കുമ്പോഴായിരുന്നു തൻ്റെ ഉള്ളിൽ ഒരു കുരുന്ന് ജീവൻ തുടിക്കുന്നത് അവൾ അറിഞ്ഞത്. മാസങ്ങൾക്ക് ശേഷം തൻ്റെ ഉള്ളിൽ വളരുന്നത് 1 അല്ല 2 കുട്ടികളാണെന്ന തിരിച്ചറിവ് അവൾക്ക് നൽകിയ സന്തോഷം അവർണ്ണനീയമായിരുന്നു. ഒരുപാട് യാതനകൾ സഹിച്ച് അവൾ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവരെയും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാനാവാതെ വന്നു കയറിയ വീട്ടിലെ ദുരിതങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ട് ആരെയും ഒന്നും അറിയിക്കാതെ അവളെല്ലാം സഹിച്ചത് തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓർത്ത് മാത്രമായിരുന്നു. അവരുടെ ചോരയായതുകൊണ്ടാവും കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എങ്കിലും തനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനോ പുതിയ വസ്ത്രം ധരിക്കാനോ ഒന്നും അപ്പോഴും അവൾക്ക് സാധിച്ചിരുന്നില്ല. കുഞ്ഞുങ്ങൾ ഇപ്പോൾ അംഗനവാടിയിൽ പോവാൻ തുടങ്ങിയിരിക്കുന്നു. ദൈവം എന്നൊരാളില്ല എന്ന് തന്നെ അവൾ വിശ്വസിച്ചു. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അംഗനവാടി ടീച്ചർ അവളോട് പറഞ്ഞത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ദിവസവേതനത്തിൽ തൂപ്പുകാരെ എടുക്കുന്നുണ്ട്. 10ാം ക്ലാസ് തോറ്റവർക്കാണ് അവസരം. നീ 10 തോറ്റല്ലേ? അതെ. 1ാം ക്ലാസ് മുതൽ ആദ്യത്തെ 3 റാങ്കുകളിൽ മാറി മാറി വരുന്നു. താൻ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതിന്റെ വേദന നിറഞ്ഞിരുന്നു അപ്പോൾ അവളുടെ മുഖത്ത്. അവൾ വീട്ടുകാരറിയാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി പേര് രജിസ്റ്റർ ചെയ്തു. എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധയാണെന്ന് എഴുതി കൊടുത്തു. 6 മാസത്തിനുള്ളിൽ അവൾക്ക് തൊട്ടടുത്ത പട്ടണത്തിലെ പോലീസ് സ്റ്റേഷനും വില്ലേജ് ഓഫീസും ദിവസവേതനാടിസ്ഥാനത്തിൽ വൃത്തിയാക്കാൻ സെലക്ഷൻ കിട്ടി. മോശമില്ലാത്ത ശമ്പളവുമുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ PF മറ്റ് അലവൻസോട് കൂടി സ്ഥിരപ്പെടുത്താൻ ചാൻസ് ഉള്ളതാണ്. രാവിലെ 7 മണി മുതൽ 11 മണി വരെ മാത്രം ജോലി, 4 മണിക്കൂർ, എല്ലാം കൊണ്ടും നല്ല സൗകര്യം. വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ വകവെക്കാതെ അവൾ ജോലിക്ക് പോയി. സത്യത്തിൽ അവൾ അന്നെടുത്ത ആ തീരുമാനമായിരുന്നിരിക്കണം അവളുടെ ജീവിതം മാറ്റിമറിച്ചത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന ബിസ്ക്കറ്റിന് വരെയും കണക്ക് പറഞ്ഞിരുന്ന അമ്മായിയമ്മയും കെട്ടിയോനും. വന്നു കയറിയ നാളുകളിൽ പാഡ് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ പഴയ തുണി ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അമ്മായിയമ്മ കൊടുത്ത കീറത്തുണികൾ. നെഞ്ചിൽ വിങ്ങുന്ന ഓർമ്മകൾ മിഴികൾ നനച്ചപ്പോൾ അവൾ പുലമ്പുന്നുണ്ടായിരുന്നു. എനിക്കും ജീവിക്കണം മനുഷ്യരെ പോലെ. ഒരു രക്ഷകൻ പൊട്ടിമുളച്ച് വന്നെൻ്റെ കൈ പിടിച്ചല്ല ഞാൻ ഈ ദുരിതക്കായി നീതി കയറേണ്ടത്. തനിച്ച് നീതി കയറുക തന്നെ ചെയ്യണം. എങ്കിലും ജോലിയും വീട്ടുജോലികളും കുട്ടികളും നോട്ടവും എല്ലാം കൂടി അവൾ ശരിക്കും വലഞ്ഞു. അപ്പോഴൊക്കെയും അവൾക്ക് അഭിമാനമായിരുന്നു സ്വന്തം കാലിൽ നിന്നുകൊണ്ട് 10 പൈസെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നതിൽ. കയ്യിൽ കാശ് വന്നപ്പോൾ അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെയും പെരുമാറ്റം സ്വല്പം അയഞ്ഞു.
എങ്കിലും കിട്ടുന്ന കാശിന് പൂർണ്ണ അവകാശിയായി ഭർത്താവ് എത്തിയപ്പോൾ അവൾക്ക് നിസ്സഹായതയോടെ നിൽക്കേണ്ടി വന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കൊടുക്കുന്ന കാശിന്റെ അവകാശത്തിൽ ധൈര്യപൂർവ്വം ആവശ്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ചെലവ് കണക്കുകൾ നിരത്തി അവളുടെ വായ അയാൾ പൂട്ടി. ചുരുക്കത്തിൽ അവൾക്ക് പണി ഇരട്ടിയായത് മിച്ചം. ഒരിക്കൽ വില്ലേജ് ഓഫീസിന്റെ മേശപ്പുറത്തിരുന്ന ഫയലുകൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ ഇറ്റിറ്റ് വീണു. തനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. മേശപ്പുറത്തിരിക്കുന്ന പത്രമെടുത്ത് അവൾ മറിച്ചു നോക്കി. അപ്പോഴാണ് പത്രത്തിന്റെ അടിയിലിരുന്ന ഒരു തുറന്നു വെച്ച പുസ്തകം അവളുടെ കണ്ണിൽപ്പെട്ടത്. കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന നോവലാണ്. വളരെ നാളുകളായി വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം കിട്ടിയ പോലെയായിരുന്നു ആ നിമിഷങ്ങൾ. പുറത്തെന്തിനോ പോയ പുതിയതായി ചാർജ് എടുത്ത വില്ലേജ് ഓഫീസർ പെട്ടെന്നാണ് അകത്തേക്ക് വന്നത്. അയാൾ നോക്കുമ്പോൾ ചൂല് കക്ഷത്തിൽ തിരികെ ഉടുത്തിരിക്കുന്ന കോട്ടൺ സാരി ഇത്തിരി പൊക്കി കുത്തി അയാൾ വന്നുപോലും അറിയാതെ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന അവളെയാണ് കണ്ടത്. അയാൾ ചാർജ് എടുത്തിട്ട് 2 ആഴ്ച ആവുന്നതേയുള്ളൂ. വന്നന്ന് മുതൽ അവൾ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നരച്ച സാരികളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അലക്കി തേച്ച് നല്ല വൃത്തിയായി അവൾ കടന്നു വരുമ്പോൾ മുറിയിൽ നിറയുന്ന വാസന സോപ്പിന്റെ സുഗന്ധം അയാൾ ശരിക്കും ആസ്വദിച്ചിരുന്നു. പേര് കേട്ട ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വില്ലേജ് ഓഫീസർ. അയാളുടെ ഒരുപാട് പുസ്തകങ്ങൾ ആരാധകർ കൈനീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. സാഹിത്യ ലോകത്തേറെ പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുമുണ്ട്. അയാൾക്ക് ഒറ്റ നോട്ടിൽ തന്നെ അവളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞു. എന്തൊക്കെയോ ഉള്ളിൽ അമർത്തി വെച്ച് പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു പെണ്ണ്. അയാളൊന്ന് മുരടനാക്കിയപ്പോൾ അവൾ ഞെട്ടി പുസ്തകം താഴെ വെച്ച് വീണ്ടും അവൾ ഫയലുകൾ നേരെയാക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു പുൻസിരിയോട് അയാൾ പറഞ്ഞു, ഞാനിവിടെ വന്നന്ന് മുതൽ നിന്നെ ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ കാണുമ്പോൾ നിന്റെ കണ്ണിലെ ആ തിളക്കം. ശരിയാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം വായിച്ചിട്ട് ഇപ്പോഴും അക്ഷരങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ആത്മനൊമ്പരം ഉണ്ടാവാറുണ്ട്. അവളെ സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിന്നിലൊരു ആമി ഉറങ്ങുന്നുണ്ട്. ഒരു ഞെട്ടിലോട് അവൾ ചോദിച്ചു, ആമിയോ? അതാരാ സാറേ? പത്രം വായനയോ TV കാണലോ ഒന്നുമില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഒട്ടൊരു സഹതാപത്തോടെ അവളെ നോക്കി നിന്നുപോയി അയാൾ. ഏറെ താമസിയാതെ തന്നെ അയാളുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനും അയാളുടെ പുസ്തകങ്ങൾ വായിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ അവൾക്ക് നല്ലൊരു കൂട്ടുകാരനായിരുന്നു അയാൾ. അങ്ങനെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് അവൾ പറന്നിറങ്ങി. തൻ്റെ സർവ്വ ദുഃഖങ്ങളും മറക്കാനുള്ള മാന്ത്രിക മരുന്നായിരുന്നു അവൾക്ക് ആ പുസ്തകങ്ങൾ. വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അവൾ ആ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇറങ്ങി. സത്യത്തിൽ ഈ ജോലി അവൾക്കൊരു നിയോഗമായിരുന്നു. അക്ഷരങ്ങളുടെ ലോകത്തേക്ക്, അത്ഭുതങ്ങളുടെ ലോകത്തേക്കുള്ള വഴി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ നാരായി മടക്കിയ കുറച്ച് നോട്ട്ബുക്കിന്റെ പേപ്പറുകൾ അയാളുടെ കയ്യിൽ കൊടുത്തു. ഇതൊരു കഥയാ സാറേ, ഞാൻ എഴുതിയതാ. അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി അയാൾ. ആ പേപ്പറുകൾ നിവർത്തി നോക്കി. വടിവത്ത അക്ഷരങ്ങൾ, പെൻസിൽ കൊണ്ട് എഴുതിയത്. പേനയിലായിരുന്നു സാറേ, തെളിച്ചല്ല പെൻസിൽ വെച്ച് എഴുതിയിട്ട്. വായിക്കാൻ പറ്റുന്നുണ്ടോ? അവളുടെ അത്രമേൽ നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യം. അത് വായിച്ച അയാൾ ആദ്യം അമ്പരന്ന് പോയി. ജീവനുള്ള അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളുടെ ശക്തി അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അയാളുടെ നിർബന്ധം കൊണ്ട് അവൾ വീണ്ടും വീണ്ടും എഴുതി. പേനയും പേപ്പറുകളും അയാൾ തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തു. അവൾ എഴുതിയതെല്ലാം ഒരു എഡിറ്റിംഗ് പോലും ചെയ്യാതെ പുസ്തകമായിട്ട് ഇറക്കിയപ്പോൾ അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അക്കൊല്ലത്തെ മികച്ച നോവലിനുള്ള പുരസ്കാരം അവളുടെ ആ കഥയ്ക്ക് കിട്ടുമെന്ന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവാർഡ് വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങി അവളോട് അവതാരിക ചോദിച്ചത്, ഒരുപാട് വൈകി എഴുത്തിന്റെ ലോകത്തേക്ക് വന്ന താങ്കളുടെ ആദ്യ കഥ തന്നെ ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. താങ്കൾക്ക് എഴുത്തിൽ ആരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? ആരാണ് താങ്കൾ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്? മുൻനിരയിൽ നിന്ന ഭർത്താവിനെയും കുടുംബങ്ങളെയും ചൂണ്ടിയവൾ. എൻ്റെ കുടുംബമാണ്. അവരാണ് എഴുത്തിന്റെ വഴികളിലേക്ക് എന്നെ നയിച്ചത്. അങ്ങനെ ഒരു ചോദ്യമുണ്ടായാൽ എന്താണ് പറയേണ്ടതെന്ന് അയാൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളെ. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അവൾ ആ വാചകങ്ങൾ ഉരുവിടുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി അവൾ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ അവളുടെ കണ്ണെത്തും ദൂരത്ത് സദസ്സിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത മറ്റൊന്നായിരുന്നു. ഇതുപോലെ എത്ര ആമിമാർ അടുക്കളയിലെ പുകയും തീയുമേറ്റ് തങ്ങളുടെ സർഗവാസനകളൊന്നും പുറത്തെടുക്കാനാവാതെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കഴിയുന്നുണ്ടാവാം. ആരുമറിയാതെ ഈ ലോകത്ത് നിന്നും കടന്നു പോകുന്നുണ്ടാവാം.